കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കലിൽ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിൽ വളപട്ടണം പോലീസ് കേസെടുത്തു. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തമിഴ്നാട് സ്വദേശികളായ മുത്ത് അക്കമൽ ദമ്പതികളുടെ മകൾ യാസികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെ ഇന്നലെ രാത്രി 10:30-ഓടെയാണ് കാണാതാകുന്നത്. തുടർന്ന് ഇവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരും ക്വാർട്ടേഴ്സിലെ താമസക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളും പ്രദേശത്ത് തിരച്ചിൽ നടത്തി. ഈ പരിശോധനയിലാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. रूम पे आया, बारिश गिरा था, नहीं से रूम पे आया. हम लोग सोचे उधर आदमी है ना, वो बोलते हमारा आदमी खो गया, लड़की खो गया. इसलिए हम लोग सोचे पूरा ढूंढा, नहीं मिला. हम लोग सोचे कुआं में अंदर है, इसलिए हम लोग झलाम लगाया. हम लोग सोचे वो क्या है ना, वो जिंदा है, इसलिए जिंदा नहीं था और थोड़ा मर गया. കരച്ചിൽ കേട്ടിട്ട് നമ്മൾ വന്നേ വിളിച്ചിട്ട് അപ്പോൾ ബോഡി എടുത്തിട്ട് പോയിനായിരുന്നു. ഇവർ ബൈക്കിലാണ് കൊണ്ടുപോയിന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോലീസ് വന്ന് അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ ശബ്ദം ഉണ്ടാക്കിയതിന് ശേഷം കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം പരുതിനി അങ്ങനെ പരുതുമ്പോൾ കിണറിലും നോക്കി അങ്ങനെ കിണറിൽ കവിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് അവരെല്ലാം ചോദ്യം ചെയ്തിട്ട് അപ്പോൾ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി. സംഭവത്തിൽ വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുഞ്ഞിന്റെ പിതാവിനെയും മാതാവിനെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. മരിച്ചതിന് ശേഷം കിണറ്റിൽ ഇട്ടതാണോ അതോ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഒരു SI എല്ലണ്ടോ തലമേല ഒരു ടീം റെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ സയന്റിഫിക് ടീമും അവിടെ സ്ക്രീനുക്ക് ഇന്നും കുറേ നേരത്തിൽ എത്തും. അവർ സാമ്പിളിനെ കളക്ട് ചെയ്യും. പിന്നെ உங்களுக்கு മറ്റു വിഷയമെല്ലാം ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് വിൽ കം ഔട്ട്. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റും പിന്നെ സയന്റിഫിക് പിന്നെ PMC എല്ലാം കിട്ടുന്ന അതിലേതും കോൺട്രഡിക്ഷൻ ഉണ്ടെന്നാ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതും പറയാൻ പറ്റും. കുഞ്ഞിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, കണ്ണൂർ.